കാരംബോളയാണ്, ചതുരപ്പുളി എന്നൊക്കെ പറയും. അവറോയ കാരംബോള എന്നാണ് ഇതിന്റെ ശാസ്ത്രീയ നാമം വരുന്നത്. നല്ല മധുരമുള്ള, അതുപോലെ തന്നെ വിറ്റാമിൻ, ജീവകം സി ധാരാളം ഉള്ള ഒരു നല്ലൊരു ഫലവൃക്ഷമാണ്. ഒരുപാട് ഗുണങ്ങൾ അതിനുണ്ട്. അതോടൊപ്പം തന്നെ കുറച്ച് ദോഷങ്ങളുണ്ട്. ഓക്സലേറ്റുകൾ വളരെ കൂടുതലാണ്. ഓക്സലേറ്റ് കൂടിയാലും നമ്മുടെ കിഡ്നിക്ക് ഭയങ്കര ദോഷമാണ്. പ്രത്യേകിച്ച് കിഡ്നി പേഷ്യൻസ് ഒട്ടും കഴിക്കാൻ പാടില്ലാത്ത, കിഡ്നിക്ക് ഡാമേജ് ഉള്ളവർ ഒട്ടും കഴിക്കാൻ പാടില്ലാത്ത ഫലവൃക്ഷത്തിൽ ഒന്നാണ് ശരിക്കും പറഞ്ഞാൽ കാരംബോള. അതേപോലെ തന്നെ കുറച്ച് ന്യൂറോടോക്സിസിറ്റി ഉണ്ട്. ബ്രെയിനും ചെറിയ രീതിയിൽ ടോക്സിക് ആയിട്ട് മാറും. കിഡ്നി ഓക്കെ ആയവർക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ടോക്സിൻസ് ഒക്കെ എലിമിനേറ്റ് ചെയ്യാനുള്ള ഈ വിഷങ്ങള് നമ്മുടെ കിഡ്നി കൂടെ അരിച്ചു പോകും. കിഡ്നി ഡാമേജ് ആയവർക്ക് അത് അരിച്ചു പോകാൻ ശരിക്കും നല്ല ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഒരു രീതിയിലും കിഡ്നിക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ളവർ, പ്രത്യേകിച്ച് ഡയബറ്റിക് ആയിട്ട് കിഡ്നിക്ക് ഇഷ്യൂസ് ആയിട്ടുള്ളവർ ഒരു കാരണവശാലും കഴിച്ചുകൂടാ. ആ നെഗറ്റീവ് പറയാനല്ല സത്യം പറഞ്ഞാൽ ഉദ്ദേശിച്ചത്, പക്ഷെ അതും പറയണമല്ലോ, നമ്മൾ അതും അറിയണം. പ്രത്യേകം ശ്രദ്ധിക്കുക. അത് കഴിക്കാൻ പാടില്ലാത്തത് ശരിക്കും പറഞ്ഞാൽ, പ്രത്യേകിച്ച് ഡയബറ്റിക്കാർ കഴിക്കാൻ പാടില്ല എന്നല്ല, കിഡ്നിക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ള ആരും ഇത് സത്യത്തിൽ തൊടാൻ പാടില്ല. ഓക്സലേറ്റ് ഉള്ളത് കൊണ്ട്, പിന്നെ കുറച്ച് ന്യൂറോടോക്സിൻസ് ഉള്ളത് കൊണ്ട്. കാരംബോക്സിൻ എന്ന് പറയുന്ന ഒരു സംഭവം കാരംബോളയിൽ നിന്ന് വരുന്നതാണ്. അല്ലെങ്കിൽ തന്നെ ഇത് നന്നായിട്ട് നമുക്ക് നമ്മുടെ അച്ചാർ ഉണ്ടാക്കാൻ ഉപയോഗിക്കാം. അച്ചാർ ഉണ്ടാക്കിയാലൊക്കെ നമ്മൾ വളരെ ചെറിയ രീതിയിലല്ലേ അത് ഒന്നോ രണ്ടോ കഷ്ണം കഴിക്കുന്നു എന്നുള്ളതല്ലാണ്ട്. പിന്നെ അത് നല്ലൊരു സൂപ്പർ അച്ചാറാണ്. ഞാൻ കോളേജിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ മെസ്സെക്കറ്റി ആയിരുന്ന സമയത്ത് നമ്മുടെ കോളേജ് ഓർച്ചാടിയിൽ നിന്നൊക്കെ നമുക്കിത് കിട്ടുമായിരുന്നു, അച്ചാർ ഉണ്ടാക്കാനൊക്കെ. അപ്പോൾ അത് നമ്മൾ അച്ചാറുണ്ടാക്കി ഉപയോഗിച്ചിട്ടൊക്കെ ഉണ്ട്. നല്ല രുചിയാണ്. 2 ഇനമുണ്ട്, ഒന്ന് പുളി, ഒന്ന് മധുരം. പച്ചയ്ക്ക് തന്നെ മധുരമുള്ള ഇനമുണ്ട്, പച്ചയ്ക്ക് തന്നെ പുളിയുള്ള ഇനമുണ്ട്. അതുപോലെ തന്നെ പഴുത്താൽ നല്ല രുചിയാണ്. നമുക്കൊരു ഒരെണ്ണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ വിശപ്പെടുക്കാൻ പറ്റുന്ന രീതിയിൽ അതിനകത്ത് മധുരവും വെള്ളവും ഒരു ചെറിയ നേരിയ തോതിൽ പുളിയും ഒക്കെ ഉണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഗുണങ്ങളോടൊപ്പം തന്നെ ചില ദോഷങ്ങളും നമ്മുടെ ഫലവൃക്ഷങ്ങളിലൊക്കെ ഉണ്ട്. അതിലൊന്നാണ് ഇത്. അതുകൊണ്ട് കിഡ്നി ഇഷ്യൂസ് ഉള്ളവരൊന്നും ഇത് കഴിക്കരുത്. അപ്പോൾ ചതുരപ്പുളിയുടെ മരത്തിൻ്റെ കീഴിൽ നിന്നും സ്നേഹം, സന്തോഷം, നന്മകൾ.